നമസ്കാരം. ഉത്സവകാലമാണ്. കേരളത്തിലെ ഇത്തവണത്തെ ഉത്സവകാലം തുടങ്ങിയത് തന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളും ചർച്ചകളും വിവാദങ്ങളുമായിട്ടൊക്കെയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഉത്സവകാലം തുടങ്ങുന്നതിനുള്ള പ്രധാനപ്പെട്ട ചിന്ത ആന എഴുന്നള്ളിപ്പായിരുന്നു. ഉത്സവകാലം തുടങ്ങുന്നതിന് ഏതാണ്ട് 1-2 മാസം മുമ്പേ തുടങ്ങി ഈ ആന എഴുന്നള്ളിപ്പ് പ്രശ്നമാണോ അല്ലയോ എന്നുള്ള തർക്കം. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചടക്കം പ്രശ്നത്തിൽ ഇടപെട്ടു. ആനകൾ എഴുന്നള്ളിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു. ചൂടാക്കാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ്. പക്ഷേ കോടതി കൊണ്ടുവന്ന മാർഗനിർദ്ദേശങ്ങളിൽ ആനകളെ 3 മീറ്റർ ദൂരത്തിൽ നിർത്തണം, പിന്നെ കൂടെ തണുപ്പിക്കണം. ആ കൂടെ തണുപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ചർച്ച വലിയ ചൂടായി. അവസാനം സുപ്രീം കോടതി വരെ പോയി ആന ഉടമകളെന്നാണ് മനസ്സിലാക്കുന്നത്. അതേതായാലും ഒരുവിധം കോടതി ഇടപെട്ടതിന് പരിഹരിച്ചു. തൽക്കാലം ആനകളെ എഴുന്നള്ളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലറ ചില്ലറ ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിലവിൽ കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിലൊന്നും ആനകൾ ഓടി പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും അങ്ങനെ തന്നെ ഈ ഉത്സവകാലം തീരുന്നവരെ പോട്ടെ, നല്ല കാര്യം. അതൊക്കെ കഴിഞ്ഞ് ഉത്സവങ്ങൾ തുടങ്ങി മുന്നോട്ട് പോകുന്നു. പല സ്ഥലത്തും നല്ല ഉത്സവങ്ങൾ നടക്കുകയാണ്. ഗംഭീര കലാപരിപാടികൾ, നല്ല ഉത്സവങ്ങൾ നടക്കുന്നു. അപ്പോൾ അതേ അടുത്ത ചർച്ച എന്ന് പറഞ്ഞാൽ കടക്കൽ ക്ഷേത്രത്തിലെ സംഗീത നിശയ്ക്കിടെ, അലോഷിയുടെ സംഗീത നിശയ്ക്കിടെ വിപ്ലവകാരം അല്ലെങ്കിൽ CPM ഗാനം എന്നൊക്കെ പറയാവുന്നതിന് പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാടിയത് വലിയ വിഷയമായി. പ്രതിപക്ഷ നേതാവ് ചോദ്യവുമായി രംഗത്തെത്തി. ഇങ്ങനെയൊക്കെ പാടാവോ? ആ ചോദ്യം ഇപ്പോഴത്തെ കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ആരൊക്കെയോ ഹൈക്കോടതിയിൽ കേസുമായി പോയിട്ടുണ്ട്. ഏതായാലും ഹൈക്കോടതിയും വളരെ ശക്തമായി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. മേലാൽ ഇമാതിരി പരിപാടി കാണിക്കരുത് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അമ്പലത്തിൽ വിപ്ലവകാരവും അതെങ്ങനെ ശരിയാവും? അതുമാത്രമല്ല, ഇങ്ങനെ ഈ ദേവന് കിട്ടുന്ന പൈസ എടുത്ത് അനാവശ്യ ചിലവുകളൊന്നും ചിലവഴിക്കരുത്. പിന്നെ കോടതി ചോദിച്ച ഒരു ചോദ്യം സിനിമാ പാട്ട് വച്ചാണോ ഗാനമേള നടത്തുന്നത് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. കേട്ടവരെല്ലാം ഒന്ന് അമ്പരന്നിട്ടുണ്ട്. സിനിമാ പാട്ട് വെച്ചല്ലാതെ പിന്നെ അങ്ങനെ ഗാനമേള എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് തല പോയിക്കാണ് പലരും. ആന കഴിഞ്ഞ് ഇനി ഗാനമേളയുടെ പുറത്താണോ പ്രശ്നം വരാൻ പോകുന്നത് എന്ന ആലോചനയിലാണ് പാട്ടുകാരും പാട്ടാസ്വദിക്കുന്നവരും എല്ലാം. പ്രശ്നമാണ്. ഒരു സിനിമയിൽ കൊച്ചിങ്ങനെ പറയുന്നുണ്ട്, സ്ലോ മോഷൻ വീഴാൻ എനിക്ക് അറിഞ്ഞൂടെ സിസ്റ്റർ എന്ന്. ഏതാണ്ട് അതുപോലെ സിനിമാ പാട്ട് വെച്ചല്ലാതെ പിന്നെ എങ്ങനെയാണ് ഗാനമേള നടത്തുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത്. മുഴങ്ങട്ടെ, കോടതി അതുമായി ബന്ധപ്പെട്ട് എന്തെന്ന് വെച്ചാൽ തീരുമാനമെടുക്കട്ടെ. എനിക്ക് അത്ഭുതം അതല്ല. ഈ DJ മെഗാ ഷോയൊക്കെ നടക്കുന്ന അമ്പലപ്പറമ്പിലാണ് സിനിമാ പാട്ട് വെച്ച് ഗാനമേള നടത്താമോ എന്ന് കോടതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രകലകൾ മാത്രം ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയാൽ മതി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരോട് ഈ കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർ കൂത്ത് ഇതൊക്കെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയാൽ എത്ര പേര് കാണാനുണ്ടാവും എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഇതൊന്നും മോശം കലകളായതുകൊണ്ടല്ല. ഉത്സവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു നാടിൻ്റെ ഒരു ആഘോഷമാണ്. അത് എത്രയോ കാലങ്ങളായി കേരളത്തിൽ നടന്നു വരുന്നതാണ്. കഥാപ്രസംഗത്തിൽ തുടങ്ങി നാടകം, ഇപ്പോൾ അതെല്ലാം മാറി വലിയ ഷോകളാണ്. ഈ പറഞ്ഞ പോലെ DJ ഒക്കെ പല അമ്പലത്തിലും നടക്കുന്നുണ്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട്. ഇത് ക്ഷേത്രത്തിലെ ഏതെങ്കിലും ചടങ്ങുകളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ ക്ഷേത്രാചാരത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ ഒന്നുമല്ല. സാധാരണ ഉത്സവകാലമാകുമ്പോൾ, ആ അമ്പലത്തിലെ ഉത്സവമാകുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഉത്സവം നടത്തുമ്പോൾ, അതിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമായാലും ആ അമ്പലത്തിന് ക്ഷേത്ര ഉപദേശക സമിതികളുണ്ടാവും, അമ്പലത്തെ സ്നേഹിക്കുന്ന നാട്ടുകാരുണ്ടാവും. ഇവരെല്ലാം പരിപാടികൾ നേർച്ചയായി സമർപ്പിക്കുന്നു, അമ്പലപ്പറമ്പിൽ നടത്തുന്നു. ഗാനമേളയെങ്കിൽ ഗാനമേള, മാജിക്കെങ്കിൽ മാജിക്ക്, മിമിക്രി എങ്കിൽ മിമിക്രി. കാണാൻ ആ നാട്ടുകാരെല്ലാം വന്നിരുന്ന് വളരെ സന്തോഷമായി അവർ കാണുന്നു, പിരിക്കുന്നു. അമ്പലപ്പറമ്പുകളിൽ സംഘർഷമുണ്ടാകുന്ന പരാതി എല്ലാ അമ്പലപ്പറമ്പുകളിലും ഉണ്ടാകുന്നില്ല, ചില അമ്പലപ്പറമ്പുകളിലെങ്കിലും സംഘർഷം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു വഴിക്ക് നടക്കും. ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാടിൻ്റെ ആഘോഷമാണ്. വർഷത്തിന് ഒരു ദിവസം അവർക്ക് ആഘോഷിക്കാൻ കിട്ടുന്നൊരു ഒരു കുറച്ച് ദിവസങ്ങളാണ്. അതവർ കാര്യമായി ആഘോഷിക്കട്ടെ എന്ന് കരുതുന്നതല്ലേ നല്ലത്. ഇത് പറയാൻ കാരണം പല അമ്പലപ്പറമ്പുകളിലും ഇപ്പോൾ സംഘർഷത്തിൻ്റെ പ്രധാന കാരണമായി മാറുന്നത് പോലീസിൻ്റെ ഈ സമയക്രമത്തെക്കുറിച്ചുള്ള തർക്കമാണ്. 10 മണിക്ക് ശേഷം മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം കർശനമായി പാലിക്കാൻ പോലീസ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. നിയമം പാലിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇത് പല അമ്പലങ്ങളിലും സംഘർഷത്തിന് വഴിയൊരുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടതാണ്, ഗംഗാ ശശിധരൻ എന്ന 11 വയസ്സുകാരി ബാലികയുടെ വയലിൻ കച്ചേരി നടക്കുകയാണ്. 10 മണിയായപ്പോൾ പോലീസ് ഒന്ന് മൈക്ക് ഓഫ് ചെയ്യാൻ പറയുക. മൈക്കില്ലാതെ പിന്നെ എന്ത് വയലിൻ? ഇത് വായിക്കുന്ന ആരെങ്കിലും കേൾക്കണ്ടേ? ഇപ്പോൾ നാടകം നടന്നുകൊണ്ടിരിക്കുന്നു. അവസാന രംഗത്തിന് തൊട്ട് മുമ്പ് പോലീസ് വന്ന് പറയുന്നു, സമയമായി, മൈക്ക് ഓഫ് ചെയ്യൂ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നാടകത്തിലെ പ്രധാനപ്പെട്ട രംഗം അവസാനം മൂകാഭിനയമായി മാറും. ഇത് കേൾക്കണമല്ലോ, ആളുകൾക്ക് ഇത് കേൾക്കണമല്ലോ. കേൾക്കാതെ പിന്നെ എങ്ങനെ അഭിനയിക്കും?
നാട്ടുകാരും കമ്മിറ്റിക്കാരും പോലീസുകാരുമായി പല സ്ഥലത്തും തർക്കം നടക്കുന്നുണ്ട്. ഒരു അപേക്ഷ നടത്താനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഉത്സവമാണ്. വർഷത്തിൽ 1-2 ദിവസമാണ് ഈ നാട്ടുകാർക്ക് ഇതിങ്ങനെ ഒന്നാമത് മൊത്തം ടെൻഷൻ നിറഞ്ഞൊരു കാലത്ത് അവരെ പ്രിയപ്പെട്ട അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നാടിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണ് ഒരു അമ്പലം എന്ന് പറയുന്നത്. അവിടുത്തെ ഉത്സവം ആഘോഷിക്കാൻ നാട്ടുകാർ തീരുമാനിക്കുന്നു. അവരത് ഗംഭീരമായി ആഘോഷിക്കുമ്പോൾ സമയത്തിൻ്റെ പേര് പറഞ്ഞും മറ്റും ഉള്ള ഇത്തരം നിയന്ത്രണങ്ങൾ, ഇത്തരം വാശികൾ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമുക്ക് വേണ്ടത് സംഘർഷരഹിതമായ ഒരു ഉത്സവകാലമാണ്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി MLA CR മഹേഷ് വളരെ കൃത്യമായി ഈ കാര്യം നിയമസഭയിൽ അവതരിപ്പിച്ചു. സാർ, ഇവിടെ രാത്രി 10 മണി കഴിഞ്ഞ് ക്ഷേത്ര ഉത്സവങ്ങളിൽ മൈക്ക് ഉപയോഗിക്കരുത് എന്ന നിയമം സാർ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് സമാനമാണ്. സാർ കോവിഡ് കാലത്ത് സമ്മാനിച്ച പട്ടിണി മാറി ഒന്ന് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കലാകാരന്മാരുടെ നടുവൊടിക്കുന്ന ഈ നിയമം ഉണ്ടായത്. സാർ ആയിരക്കണക്കിന് പാവങ്ങളായ കലാകാരന്മാരെ വീണ്ടും പട്ടിണിയിലാക്കിയിരിക്കുകയാണ്. സാർ ബുക്ക് ചെയ്ത പല കലാപരിപാടികളും റദ്ദ് ചെയ്യപ്പെടുകയാണ്. സാർ പലയിടത്തും പോലീസിനെ ഭയന്ന് ബുക്ക് ചെയ്ത പരിപാടികൾ ക്ഷേത്ര കമ്മിറ്റിക്കാർ റദ്ദ് ചെയ്യുകയാണ്. സാർ നാടകക്കാർ, നാടൻപാട്ട് കലാകാരന്മാർ, നൃത്ത നാടകക്കാർ, ഗാനമേളക്കാർ, സാർ ഇവരുടെയൊക്കെ പേരിൽ പലയിടങ്ങളിലും കേസെടുക്കാൻ തുടങ്ങി. സാർ ചാരായം മാറ്റുന്നതിനേക്കാൾ, മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണോ സാർ ക്ഷേത്രങ്ങളിൽ നാടകം കളിക്കുന്നതും കലാപ്രവർത്തനം നടത്തുന്നതും? അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കലാകാരന്മാർ, നേരത്തെ പറഞ്ഞ പോലെ ഈ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി പരിപാടി അവതരിപ്പിക്കുന്ന കലാകാരന്മാർ മാത്രമല്ല, വളരെ സാധാരണക്കാരായ കലാകാരന്മാർ, അവരുടെ ഏക പ്രതീക്ഷ ഈ ഉത്സവകാലമാണ്. ഈ 3-4 മാസം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ഉത്സവകാലം, പിന്നെ ഒരു ഓണക്കാലം, ഒരു 10 ദിവസം. പക്ഷേ ഈ ഉത്സവകാലമാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു വർഷം മൊത്തം ജീവിക്കാനുള്ള ഒരു വക കിട്ടുന്ന ഈ ഒരു ഉത്സവകാലത്താണ്. ജീവിക്കാനുള്ള വക എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 500, 1000, 2000 ഒക്കെ പ്രതിഫലം പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പരിപാടി ധരിപ്പിച്ചാൽ അത്രയും മാത്രം കിട്ടുന്ന ആളുകളുള്ളൊരു സംസ്ഥാനമാണ്. ഈ പറഞ്ഞ പോലെ മാനാട്ടം, മയിലാട്ടം, കുമ്പ ഡാൻസ്, കാവടി, ഈ നമ്മളീ കാണുന്ന ഭയങ്കര നിറപ്പകിട്ടാർന്ന പല കലാരൂപങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ പട്ടിണിയും പരിവട്ടമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് ഇത്തരം കലാകാരന്മാരുടെ ദുരിതം. എത്ര നാടക സമിതികളാണ് കേരളത്തിൽ പൂട്ടിപ്പോയത്. ഇത്തരം വാശികളും നേരത്തെ പറഞ്ഞവരുള്ള ചില ചോദ്യങ്ങളും എല്ലാം കേരളത്തിൽ വീണ്ടും കലാകാരന്മാരുടെ വയറ്റത്തടിക്കുന്ന ചോദ്യങ്ങളും നിയന്ത്രണങ്ങളുമൊക്കെ ആയി മാറുന്നു എന്നുള്ള ആശങ്ക കൊണ്ടാണ് ഇത് പറയുന്നത്. നമുക്ക് വേണ്ടത് സംഘർഷരഹിതമായ, എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ഉത്സവകാലമാണ്. അധികമില്ല, ഏപ്രിൽ അവസാനത്തോടുകൂടി നമ്മുടെ ഉത്സവകാലം അവസാനിക്കും. അതുവരെ ദയവ് ചെയ്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാടിൻ്റെ ഉത്സവങ്ങൾ ആഘോഷിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ശരി.